നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച PV അൻവർ UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു. P ശശി നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് VD സതീശനെതിരെ നിയമസഭയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നും ഇതിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും PV അൻവർ തുറന്നു പറഞ്ഞു. CPIMലെ ഉന്നത നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് P ശശിക്കെതിരെ പരാതി ഉന്നയിച്ചത് എന്നും PV അൻവർ വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുക്കുന്നതിന് മുന്നോടിയായാണ് PV അൻവർ 8 വർഷമായി വഹിക്കുന്ന MLA സ്ഥാനം രാജിവെച്ചത്. കൽക്കട്ടയിൽ പോവുകയും പാർട്ടിയുടെ ലീഡർഷിപ്പുമായി സംസാരിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. നിങ്ങൾ പാർട്ടിയുടെ ദൗത്യം ഏറ്റെടുക്കണം, അതുകൊണ്ട് നിങ്ങൾ പോയി രാജിവെക്കുക. CPIMലെ ഉന്നത നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് P ശശിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നതെന്നും അൻവർ വെളിപ്പെടുത്തി. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് പബ്ലിക്കായി സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അവർ പറഞ്ഞു, ഈ ശശിയെയും അജിത് കുമാറിനെയും നിർത്തി ഇനി മുന്നോട്ട് പോയാൽ കേരളത്തിൽ പാർട്ടി ഉണ്ടാവില്ല. അൻവറെ, ഞങ്ങൾക്കതറിയാം. കാരണം വലിയ പ്രയാസങ്ങളുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക്, ലീഡർമാർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ വയ്യ, മറ്റു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നത് വസ്തുതയാണ്. P ശശിക്കും പോലീസിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് അൻവറിന്റെ നിലപാട്. ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ്? ഇപ്പോഴത്തെ ഇഷ്യൂ സഖാവ് പിണറായിസത്തെ താഴെ ഇറക്കുക എന്നാണ്. ദാറ്റ് ഈസ് ദ ഓൺലി അജണ്ട ഇൻ ഫ്രണ്ട് ഓഫ് മീ. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വാതിൽ തുറന്നിടുന്ന ചില വിശദീകരണങ്ങളും രാജിക്ക് ശേഷം അൻവറിൽ നിന്നുണ്ടായി. പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച 150 കോടി രൂപയുടെ അഴിമതി ആരോപണം അൻവർ തിരുത്തി. ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. പിന്തുണച്ച നേതാക്കളുടെ പേര് പറയാൻ കൂട്ടാക്കിയില്ലെങ്കിലും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ച് CPIMനുള്ളിൽ നടന്ന നീക്കമാണ് അൻവറിലൂടെ പുറത്തുവന്നതെന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. 24 തിരുവനന്തപുരം.